ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ താരസംഘടനയായ അമ്മായിലുണ്ടായിരുന്നത്. എന്നാൽ താരങ്ങളുടെ ഈഗോയും പിടിവാശയും കാരണം നടി അൻസിബയെ കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല. പല രീതിയിൽ അധിക്ഷേപങ്ങളും അവഗണനയും നേരിട്ടപ്പോഴാണ് അൻസിബ നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. ഒടുവിൽ അമ്മയിലെ കൂട്ടരാജിയും പിന്നീട് നാണക്കേടും കേസുമായി. നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം ആരോപിച്ചു എന്നിങ്ങനെയാണ് അൻസിബയുടെ പരാതിയിലുള്ളത്. നടി അൻസിബ നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഇതോടെയാണ് നടി കോടതിയെ സമീപിച്ചത്. പിന്നാലെ ഹർജിയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. തുടർന്നാണ് കേസെടുക്കാനുള്ള കോടതിയുടെ നടപടി. ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം ആരോപിച്ചു എന്നിങ്ങനെയാണ് അൻസിബയുടെ പരാതിയിലുള്ളത്. നേരത്തെ താരസംഘടനയായ അമ്മയിൽ അൻസിബ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സംഘടന ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല. തുടർന്ന് നിയമവഴി തേടിയ അൻസിബ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആരോപണ വിധേയരായ ടിനി ടോം ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ടിനി ടോമിനെതിരായ പരാതി വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മതിയായ തെളിവുകളോടെ അൻസിബ കോടതിയെ സമീപിച്ചതും അനുകൂലമായ ഉത്തരവ് നേടിയെടുത്തതും. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.